നിന്റെ വിത്തൗട്ട്. എടാ നമ്മളിവിടെ പഠിച്ച ആളുടെ ഇപ്പോൾ കോണ്ടാക്ട് ഉണ്ടോ? ഏയ് ആ പഴയ ബോണ്ടൊക്കെ പോയില്ല. ഞാനിപ്പോഴും ആലോചിക്കാറുണ്ട്. ഇത് നീ ഞാനും വേറെ ഗ്യാങ്ങിലായിരുന്നു. പിന്നെ എങ്ങനെ നമ്മൾ ഇത്ര ബോണ്ടായത്? അതിന്റെ അത്ര ആലോചിക്കാൻ കൂട്ടത്തിൽ ഗതി പിടിക്കാത്ത രണ്ട് പേരുള്ളൂ. ഒന്ന് ഞാനും മറ്റൊന്ന്. അതൊന്നും അല്ല. ഇവിടെ അവർക്കില്ലാത്തൊന്നും നമുക്കിടയിലുണ്ട്. ഉണ്ട്, ദാരിദ്ര്യം അല്ല, പ്രതീക്ഷ. ഇന്നല്ലെങ്കിൽ നാളെ രക്ഷപ്പെടുമെന്നുള്ള പ്രതീക്ഷ. പ്രതീക്ഷ. എടാ, ഒരു 10 കൊല്ലം മുമ്പ് ഭാവിയെ കുറിച്ച് നല്ല പ്രതീക്ഷയായിരുന്നു. ഇപ്പൊ ഒരു ദിവസം എങ്ങനെ തള്ളി നീക്കണം എന്ന് ആലോചിച്ചിട്ട് ഒരു എത്തും പിടി കിട്ടും. അല്ലെങ്കിൽ നീ ഇങ്ങനെ ഡെസ്പാല്ലേ? സംഭവം നമുക്ക് 10-35 വയസ്സായെങ്കിലും ഇപ്പോൾ ജെൻസി പിള്ളേരുടെ എനർജി ഇല്ല നമുക്ക്. ചൂടാറും ചായ കുടിക്കും. മധുരമില്ലല്ലോ. ബില്ലടയ്ക്കാത്തോണ്ട് KSEBക്കാർ വീട്ടിൽ ഫ്യൂസ് ഊരിപ്പോയി. എന്താ ചെയ്യേണ്ടതെന്നൊരു ഐഡിയ കിട്ടുന്നുണ്ട്. ഇത്തിരി സമാധാനം കിട്ടുന്ന വിചാരിച്ചാൽ ഞാൻ നിന്റെ അടുത്ത് വന്നു. സെയിം പിച്ച്. അളിയ 4 മാസത്തെ വാടക 6000 രൂപ വെച്ച് കൊടുക്കാത്തോണ്ട് വീട്ടിൽ നിന്ന് ഇറക്കിവിടുന്ന ഹൗസ് ഓണർ പറഞ്ഞു. അല്ല, എത്രൻ്റെ കറണ്ട് ബില്ല്? 2000. എന്തുവാടി നീ കരണ്ടാണ് തിന്നണേ? കഴിഞ്ഞ മാസം പെങ്ങളും പിള്ളേരൊക്കെ വന്നായിരുന്നു. അപ്പോൾ വാഷിംഗ് മെഷീനൊക്കെ എടുത്ത്. എന്താ കറണ്ട് ബില്ല് അടയ്ക്കാനുള്ള കാശ് ഞാൻ തരാം. അപ്പോൾ നിന്റെ വീടിൻ്റെ വാടക ആര് കൊടുക്കും? എന്തായാലും 2000 കൊണ്ടൊന്നും നടക്കാൻ പോകുന്നില്ല. അല്ലെങ്കിൽ സമാധാനമായിട്ട് ഫ്ലാറ്റൊക്കെ കൊണ്ട് കിടക്കും. എന്നാൽ സീരിയസ് ആയിട്ട് ഞാൻ ഒരു കാര്യം പറയാം. നീ മറുത്തൊന്നും പറയരുത്. എന്താ? ഇപ്പൊ കുടിച്ച ചായയുടെ കാശ് ഞാൻ കൊടുക്കണം. എൻ്റെ 5 പൈസ ഇല്ല. എന്ന് നമുക്കൊരു കാര്യം ചെയ്യാം. അങ്ങോട്ട് മാറി ഇരുന്ന് സംസാരിക്കും. അതെന്താ? കൂടുതൽ എന്നാലേ കാലിൽ നീര് വരും. അളിയാ, ഞാൻ മനസ്സിലാക്കിയെടുത്തോളൂ, നമ്മളിപ്പോൾ അടുത്തൊന്നും രക്ഷപ്പെടാൻ പോകില്ല. പിന്നെ നമ്മളിങ്ങനെ പണ്ടാറണം. പോടോടുന്നു. എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട്. നമ്മളെന്തായാലും രക്ഷപ്പെടും.